നമ്മൾ ഇപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്ന പോകുന്നത് നമ്മൾ താറാവ് റോസ്റ്റാണ് കേട്ടോ. അതിനുള്ള ചീൻചട്ടിയിൽ നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ഉരുളിയാണ് കേട്ടോ, ചീൻചട്ടിയല്ല, ചെറിയ ഉരുളിയാണ്. നമുക്ക് അതിനകത്ത് അത്യാവശ്യം വേണ്ടത് ചെറിയ ഉള്ളി. നമുക്കൊരു 1/4 കിലോ ചെറിയ ഉള്ളിയാണ്. 2 താറാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അത് 1 കിലോ അടുത്തുള്ള താറാവാണ്, 2 താറാവാണ്. ചെറിയ ഉള്ളി പകുതിയായിട്ട് അരിഞ്ഞത്. പിന്നെ ഇഞ്ചി ഒരു 100 ഗ്രാം. ഇഞ്ചി നല്ലതാണല്ലോ, ഇഞ്ചി എത്ര ഇട്ടാലും നല്ലതാണ്. വെളുത്തുള്ളി ഒരു 3 എണ്ണം, അതും നല്ല രീതിയിൽ. പിന്നെ പച്ചമുളക് ഒരു 6-7 എണ്ണം പകുതിയായിട്ട് നമ്മൾ പുടന്നെടുത്തത്. അരിയണ്ട, പുടന്നെടുത്താൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് അത്യാവശ്യം കുറച്ച് 2 സവോള മതി. ഒത്തിരി സവോളയുടെ ആവശ്യമില്ല, കാരണം ഒത്തിരി ദിവസം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. നമുക്ക് കറി പെട്ടെന്ന് തീർന്നു പോകുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി ദിവസം വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് സവോള ഒത്തിരി ഇടാൻ പറ്റത്തില്ല. ഇത് പറ്റിച്ചെടുക്കാനുള്ളതല്ലേ, ചെറിയ ചാടോട് കൂടി പറ്റിച്ചെടുക്കാം റോസ്റ്റിന്. അപ്പോൾ നമുക്ക് അത്രയും ഇത് ചെറിയ ഉള്ളി ഒന്ന് നന്നായിട്ട് പകുതി വേവാകുമ്പോഴേ നമുക്ക് സവോള ഇടാവുള്ളൂ. സവോള ഇപ്പോൾ അത് നല്ല രീതിയിൽ വെളിച്ചെണ്ണയിലാണ്, നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിയ വെളിച്ചെണ്ണയല്ല, പാക്കറ്റ് വെളിച്ചെണ്ണയല്ല കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാകും കറിക്ക്. ഉപ്പ് ഇടരുത് ഇപ്പം. ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വാടിപ്പോവും. കുറച്ച് കഴിഞ്ഞ ശേഷം ഉപ്പിട്ടാച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ അതിൻ്റെ കണക്കിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സമയത്ത് നമുക്ക് ഇതിനകത്ത് ഇടാനുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ തക്കാളിക്ക് ഒരു 2 എണ്ണം ഇടണം, കുറച്ച് ക്യാരറ്റ് അരിഞ്ഞിടണം. ഇത്രയും കാര്യങ്ങൾ ഇട്ടേച്ചാൽ മതി ഇപ്പോൾ തൽക്കാലം. നമുക്ക് ഇത് മൂത്ത് കഴിയുമ്പം ഞാൻ അതിൻ്റെ കൂട്ട് അടുത്ത് പറയാം കേട്ടോ. ഓക്കെ, ഏകദേശം ഒന്ന് ഇതായി കഴിയുമ്പോൾ നമ്മൾ ഒരു 2-2.5 ക്യാരറ്റ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് വട്ടത്തിലരിഞ്ഞ് ഇതിനകത്ത് ഇടുക. ക്യാരറ്റും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതിനകത്ത് എണ്ണയ്ക്കകത്ത് വഴറ്റി കഴിയുമ്പോൾ നമുക്കിതിനകത്ത് ബാക്കി ഐറ്റംസ് ചേർക്കാനുണ്ട്, ഞാൻ പറഞ്ഞോളാം. അത് ഇനി ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാനുണ്ട്. 1 സ്പൂൺ 1-2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. പിന്നെ മല്ലിപ്പൊടി, നല്ല മല്ലിപ്പൊടി ഒരു 2-3-4 സ്പൂൺ ചേർക്കണം. അതിൻ്റെ കണക്കനുസരിച്ച് 4 സ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല, ചെറിയ സ്പൂൺ. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. അത് കാശ്മീരി കളറുള്ള മുളക് പൊടി, എരിവുള്ള മുളക് പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് മുളക് പൊടി ചേർക്കുന്നുള്ളൂ. കാരണം ഇതിനകത്ത് തേങ്ങാപ്പാൽ നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ വലിയ മുളക് പൊടിയുടെ ആവശ്യമില്ല. നമുക്ക് കുരുമുളക് പൊടി ഇടാനുണ്ട്. അതൊക്കെ അതിൻ്റെ സമയത്ത് ഞാനത് പറയാം. ആയിട്ടില്ല. നമുക്ക് മുളക് പൊടി 1 സ്പൂണേ ഇടത്തുള്ളൂ, ചെറിയ സ്പൂണേ ഇടത്തുള്ളൂ. ബാക്കി നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചായിരിക്കും കറി വെക്കുന്നത് ഉദ്ദേശിക്കുന്നത്. ഇതുണ്ടോ നിങ്ങൾ, നമുക്ക് ചെറിയൊരു സ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ, മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, കുരുമുളക് പൊടി ഇട്ടിട്ടില്ല. കണ്ടോ എൻ്റെ കളർ വ്യത്യാസം വരുന്നുണ്ട്. നല്ല കണക്കിന് ഇത് സ്വല്പം ഉപ്പിട്ട് 2 സ്പൂണേ ഉപ്പിട്ടുള്ളൂ. ആവശ്യത്തിന് ഉപ്പിട്ടാൽ മതി. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് 2 സ്പൂൺ ഇടണം. അതിനകത്ത് മല്ലിപ്പൊടി ഇടണം കേട്ടോ. മല്ലിപ്പൊടി ഇട്ടാലേ താറാവിനകത്ത് നല്ലതായിട്ട് അത് പിടിച്ച് വരുള്ളൂ. നല്ലതായിട്ട് മല്ലിപ്പൊടി വേണം. ഒരു പൊടിക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ, കളറുള്ളത്. ഇനി നമ്മളിതിനകത്ത് തേങ്ങാപ്പാൽ ചേർക്കുന്നുള്ളതുകൊണ്ടാണ് അധികം മുളക് പൊടി ഇടാത്ത കേട്ടോ. അധികം എരിവ് ഇടുന്നില്ല. നമുക്ക് കുരുമുളക് പൊടി ചേർക്കാനുണ്ട് കേട്ടോ. പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് ന്യായമായിട്ട് നമുക്കിതിനകത്ത് എരിവുള്ളൂ കേട്ടോ. എല്ലാവർക്കും കഴിക്കത്തക്ക രീതിയിലാണ് ക്രമീകരിച്ചത്.
ഓക്കെ, ഇത് കണ്ടോ നല്ല കണക്കിനത് കണ്ടോ. നമ്മൾ താറാവ് അങ്ങോട്ട് ഇട്ടു. താറാവ് ഇട്ടേച്ച് വെള്ളം ഒഴിക്കരുത്. ഇപ്പം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് താറാവിനകത്ത് സ്വല്പം വെള്ളം ഉള്ളതാണ്. ഉണ്ടോ, നമ്മളതിന് മസാല എല്ലാം ചേർത്ത് ഇളക്കുകയാണ്. സോറി, മസാലപ്പൊടി ഇട്ടിട്ടില്ല. പിന്നെ മുളക് ചേർത്തതിനകത്ത് നമ്മുടെ അരപ്പിനകത്ത് ഇത് നമുക്കെല്ലാത്തിലും ഒന്ന് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതൊന്ന് ഒതുങ്ങും കേട്ടോ. ഇത് ഇറച്ചിയിലെ വെള്ളം അങ്ങ് പോയി കഴിയുമ്പോൾ താറാവ് നല്ല രീതിയിൽ ഇത് ഒതുങ്ങും, വെള്ളം തന്നെ ഇറങ്ങും. വേകാനുണ്ട് കേട്ടോ, വേകും. മുളകൊന്നും ഒത്തിരി ചേർത്തിട്ടില്ല കേട്ടോ. ഞാൻ കാണുമ്പോൾ മനസ്സിലാകും, നമുക്ക് വലിയതായിട്ട് മുളകൊന്നും ചേർത്തിട്ടില്ല. ഇതെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഈ താറാവെന്ന് പറഞ്ഞാൽ കൊഴുപ്പ് ഇല്ലാത്ത കാരണം നമുക്ക് ബീഫോ ചിക്കനോ കഴിക്കാൻ വിഷമമുള്ളവർക്ക്, പ്രയാസമുള്ളവർക്ക് ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതനുസരിച്ചുള്ള എരിവ് കുറച്ച് നമ്മൾ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. വെള്ളം ഇപ്പോൾ ഒഴിക്കരുത്, അതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങാനുണ്ട്. നമുക്കത് ഒരു കണക്കിന് മാത്രമേ ഇത് നമുക്ക് സ്വല്പം ഒരു മസാലപ്പൊടി അതായത് ചേർത്ത് നമ്മൾ വേകാൻ വെക്കുകയാണ് കേട്ടോ. തീ സ്വല്പം ഒന്ന് മിനിമമാക്കി കൊടുക്കണം, ഒരു 3/4 ഫ്ലെയിം ആക്കി കൊടുക്കുക. ഇത് കുറച്ച് നേരം കൊണ്ട് നല്ല രീതിയിൽ ഇത് വെള്ളം അങ്ങോട്ട് ഇറങ്ങും. ഉണ്ടോ കണ്ടോ, താറാവ് വേകുന്നുണ്ടോ. ചാറ് തന്നെ വെള്ളം ഇറങ്ങി നല്ല കണക്കിന് വെന്തുകൊണ്ടിരിക്കുക. ഇതുണ്ടോ, മുളക് പൊടി അധികമൊന്നും ഇടാഞ്ഞിട്ടും ഉണ്ടോ കളറ് കണ്ടോ. നല്ല കാശ്മീരി മുളക് ഇട്ടതിൻ്റെ ഒരു സ്പൂൺ ഇട്ടാലും അതിൻ്റെ ഗുണം കണ്ടോ. ഇത് നമുക്ക് നല്ലവണ്ണം പറ്റിക്കണം. വെള്ളം പറ്റിക്കഴിഞ്ഞ ശേഷമാണ് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. അപ്പം നന്നായിട്ട് താറാവ് ഏകദേശം 3/4 പേരൊക്കെ ആയിക്കഴിയും. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ നേരത്ത് കാണിച്ചു തരാം, ഒഴിച്ച് കഴിയുക. ഇത് കണ്ടോ, നിങ്ങൾ താറാവ് നല്ല അടിവശം പിടിക്കാതെ നല്ല വരണ്ട് വരുന്നുണ്ടോ, പറ്റി വന്നുകൊണ്ടിരിക്കുക. ഇതുണ്ടോ, നല്ല വെന്ത് നല്ല കണക്കിന് വന്നുകൊണ്ടിരിക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ തേങ്ങാപ്പാൽ അത് ഒഴിക്കാൻ പോകണം. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടായാൽ സംഭവം ഓക്കെ. ഇതുണ്ടോ, എണ്ണ ഇറങ്ങുന്നുണ്ടോ. നമ്മുടെ നെയ്യുള്ള താറാവാണ്. ഇതങ്ങോട്ട് ചോറിനകത്ത് ഒഴിക്കാനുണ്ടല്ലോ, ചോറൊക്കെ എതിരെ പോകുമെന്ന് അറിയിച്ചില്ല. ഓണപ്പാട്ടൊക്കെ നിങ്ങൾ നല്ല പാട്ട് കൂടെ പൂവേ നല്ല പാട്ടുകളൊക്കെ നമുക്ക് ഈ പേജിനകത്ത് വരുന്നുണ്ട് കേട്ടോ, പാടിയിടുന്നുണ്ട്. അത് നിങ്ങൾ ഇടയ്ക്കൊന്ന് കണ്ടേക്കണം, ഇടയ്ക്ക് കേട്ടോ. ഇടയ്ക്ക് എല്ലാ ഐറ്റംസും നമ്മൾ ഇതിനകത്ത് കയറ്റിയിടുന്നുണ്ട്. ഒരു ഈവൻ്റ് ആകുമ്പോൾ എല്ലാ സംഭവങ്ങളും ഉണ്ടല്ലോ. നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചാലോ, കണക്കിനങ്ങോട്ട് ഒഴിച്ചേക്കാം. അപ്പോൾ എല്ലാ കണക്കിന് നീക്കിയ സംഭവം അല്ലോ. നമ്മുടെ തേങ്ങാപ്പാൽ അങ്ങോട്ട് ഒഴിക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ച്
ഇനി ഉപ്പോ വല്ലതും ചേർക്കാനുണ്ടെങ്കിൽ അങ്ങോട്ട് ചേർത്താൽ മതി. ഇത്തിരി നേരം തിളയ്ക്കണ്ട, ചൂടായാൽ മതി. നമ്മുടെ കറി ഏകദേശം റെഡിയാകുകയാണ്. ഇതുണ്ടോ, നല്ല പാട്ടും പാടിയിരുന്ന് കഴിക്കാം. താറാവ് ഉണ്ടോ, നല്ല നല്ല അപ്പത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റാണ് കേട്ടോ. അത് എൻ്റെ ജഗതിയോട് ചോദിക്കുന്ന പറഞ്ഞ പോലെ ബിയർ കൊണ്ട് ചെന്നപ്പം ബിയറിൻ്റെ കൂടെ വെള്ളം ഒഴിക്കണമെന്ന് ചോദിച്ചപ്പം ജഗതി പറഞ്ഞ പോലെ പിന്നെ ബെസ്റ്റല്ലേ ബിയറിനകത്ത് വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞ പോലെ. അങ്ങനെയല്ല, ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇതുണ്ടോ, എൻ്റെ കളറ് കണ്ടോ, നല്ല പാലപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഇടാനുണ്ടല്ലോ. കറക്റ്റായി സംഭവം. ഞാൻ അധികം നേരം സമയം കളയുന്നില്ല. അപ്പത്തേന്ന് നോക്കണം. അപ്പോൾ എല്ലാം ഓക്കെ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇനി മറ്റൊരു പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ഇതൊക്കെ സമയം കിട്ടുമ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് വരാം. താങ്ക് യു.